ഇന്ന് ഞാനിവിടെ പാവയ്ക്ക എങ്ങനെയാണ് ഉണക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഞങ്ങൾക്കിവിടെ ഒരിക്കലും വെള്ള പാവയ്ക്ക കിട്ടത്തില്ല. നമ്മുടെ നാട്ടിലെ പോലെ നാട്ടിലെനിക്ക് തോന്നുന്നു വെള്ള പാവയ്ക്ക കൂടുതൽ കിട്ടുന്നത്. ഇതുപോലെ പച്ച പാവയ്ക്ക കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് നല്ല പാവയ്ക്ക, നാടൻ പാവയ്ക്കയാണ്. ഞങ്ങൾക്ക് ഈ രീതിയിലുള്ള പാവയ്ക്ക മാത്രമേ കിട്ടത്തുള്ളൂ. വെള്ള പാവയ്ക്ക ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവിടെങ്ങും. ഞാൻ 2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഉണക്ക സമയത്ത് നല്ല വിലക്കുറവിന് കിട്ടും. അത് ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിരുന്നു. എല്ലാവർക്കും അറിയാം പാവയ്ക്ക ഉണക്കാനൊക്കെ, പക്ഷേ ഞാൻ ചെയ്യുന്നതെന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ബാക്കിയുള്ള അതിൻ്റെ പ്രൊസീജിയർ ചെയ്യണം. ഇത് അരി കളഞ്ഞിട്ട് വേണമെങ്കിലും അത് അരിഞ്ഞെടുക്കാം. ഞാൻ 2 രീതിയിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ ഞാൻ അരി കളഞ്ഞിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി നിങ്ങളെ കാണിക്കാം. അത് കുറച്ചുകൂടി കനം കുറഞ്ഞിട്ട് അതും നല്ല ടേസ്റ്റാണ്. പക്ഷേ അരി കളയാതെ ഉണക്കുന്നത് നല്ലതാണ്. എനിക്കിഷ്ടം അരി കളഞ്ഞിട്ട് ഉണക്കിയതാണ്. ഞാൻ കൈകൊണ്ട് അരിഞ്ഞതിന് ശേഷം അത് അത്ര സ്പീഡ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നു. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങൾ, ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിൽ MP-യിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം വിലയേറിയതാണ്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വട്ടത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തത്. അരിയോടുകൂടി ചേർത്താണ് അരിഞ്ഞത്. ഇനിയും അതിന് അരിയുന്ന സമയത്ത് തന്നെ വെള്ളം അടുപ്പിൽ വെച്ചിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഇതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആവികയറ്റി കോരിയെടുത്തതിന് ശേഷം ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നാട്ടിൽ എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യുന്നതായതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ രീതിയിൽ പച്ച പാവയ്ക്ക ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിവിടെ ഭയങ്കര ചൂടാണ്. ഇവിടെ ഈ സമയത്ത് 35-40 ഒക്കെ ഡിഗ്രി വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ദിവസം അങ്ങോട്ട് വാടിക്കിട്ടും മൊത്തം. പിന്നെ ഒരു ദിവസം കൂടി ഇട്ടാൽ നല്ലതുപോലെ ഉണങ്ങിയെടുക്കാൻ പറ്റും. അതുപോലെ ഞാനിന്ന് വെയിലത്തിട്ടിട്ടുണ്ട്. വെയിലത്തിട്ടതിന് ശേഷം ഇത് ഞാൻ വെയിലത്തിട്ട് രാവിലെ ഇട്ട് ഒരു ഉച്ച ആയപ്പോഴത്തേക്ക് ഇത് മൊത്തം വാടി കിട്ടി. 2 ദിവസം കൊണ്ട് എനിക്ക് മൊത്തം ഉണങ്ങി കിട്ടും. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് പാവയ്ക്ക ഉണക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങളിതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. വെള്ള പാവയ്ക്ക നല്ലതാണ്, വെള്ള കളറിൻ്റെ. എനിക്കത് കിട്ടില്ല ഇവിടെ, അതുകൊണ്ടാണ് പച്ച പാവയ്ക്ക എടുത്തത്. ഇത് നല്ലതാണ്, ഒറിജിനലാണ്. ഇവിടുത്തെക്കാർ കൃഷി ചെയ്തിട്ട് അവരുടെ വയലിൽ നിന്ന്, മീൻസ് അവരുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്നതാണ്, മായമൊന്നും ചേരാത്ത. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. ഓക്കെ.